ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സ്വീറ്റാണ്, റോസ് സ്വീറ്റ്. ഇത് നമ്മുടെയൊക്കെ വീടുകളിൽ അവൈലബിൾ ആയിട്ടുള്ള വെറും 3 ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്കിത് ചെയ്യാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണാം. ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ബെൽ ഐക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യണം. അതിൽ ഓൾ ഓപ്ഷൻ തിരഞ്ഞെടുക്കണം. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉടനുടൻ നോട്ടിഫിക്കേഷൻസ് വരും. അപ്പോൾ എങ്ങനെയാണ് ഈ ഈസി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള സ്വീറ്റ്, റോസ് സ്വീറ്റ് ചെയ്യുന്നതെന്ന് കാണാം. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്വീറ്റാണ്. അപ്പോൾ അതിനിവിടെ കുറച്ച് സാധനങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട്. 1 കപ്പ് പാൽപ്പൊടി, ഞാനിവിടെ എടുത്തിരിക്കുന്നത് എവറിഡേയുടെ പാൽപ്പൊടിയാണ്. പിന്നെ കുറച്ച് പാൽപ്പൊടി വെള്ളത്തിൽ അലിയിച്ച് വെച്ചിട്ടുണ്ട്, ചൂടുവെള്ളത്തിൽ അലിയിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നെയ്യ് എടുത്തിട്ടുണ്ട്. ഇനി എങ്ങനെ നമുക്കിത് ചെയ്യുന്നതെന്ന് കാണാം. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിൽ 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കതിൽ പാല് ഒഴിച്ചു കൊടുക്കാം. അത് ഞാൻ പാൽപ്പൊടി കലക്കിയെടുത്താണ്. ഈ പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം. കുറച്ച് പാലും കൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ച് ചൂടുവെള്ളം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ ഈ ഒരു സ്റ്റേജ് ആയിട്ടുണ്ട്, പാനിൽ നിന്നും വിട്ട് വരുന്ന ആ സ്റ്റേജ്. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇപ്പോൾ ഇത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി നല്ലപോലെ ഇതിനെ ഒന്ന് പരത്തി വയ്ക്കാം. ഇനി ഇതിൽ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ പഞ്ചസാര ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഞാൻ ഒരല്പം കളറ് ചേർത്ത് കൊടുത്തു. നമ്മളൊരു റോസ് ഫ്ലവറാണ് ചെയ്യുന്നത്, അപ്പോൾ കുറച്ചൊരു കളറ് കൂടെ ചേർത്ത് കൊടുത്തു. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ പരത്തി റെഡിയാക്കിയ മാവ് ഒരു 5 മിനിറ്റ് അടച്ച് വെച്ചിരുന്നു. എന്നിട്ട് ഇപ്പോൾ ഞാൻ അതിൽ നിന്ന് ഒരു ബോൾ എടുത്തു. ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് എടുത്തിട്ട് നമുക്കിനി ഇതിനെ പരത്തിയെടുക്കാം. ഈ പ്ലാസ്റ്റിക് ഷീറ്റിലും നമ്മൾ കുറച്ച് നെയ്യ് തേച്ച് കൊടുക്കണം. എന്നിട്ട് ഇനി ഇതിനെ നമുക്ക് പരത്തിയെടുക്കാം. അപ്പോൾ നമ്മൾ ഒരു പ്ലാസ്റ്റിക് ഷീറ്റിൽ നെയ്യ് തടവിയതിന് ശേഷം നമ്മൾ റെഡിയാക്കിയതിൽ നിന്നും ഒരു ബോൾ എടുത്ത് ഇനി ഇതിനെ ഈ ഷീറ്റിൽ കുറച്ച് നെയ്യ് തേച്ച് കൊടുത്തു. ഇനി ഇതിനെ പരത്തിയെടുക്കാം.
പരത്തി എടുത്തിട്ട് ഇനി നമ്മൾ എന്തെങ്കിലും ഒരു അടപ്പോ എന്തെങ്കിലും ഒന്ന് വെച്ച് റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെ വട്ടത്തിൽ ഉള്ളതിനെ ഒന്നിച്ച് അടുക്കിയതിന് ശേഷം ഇനി നമുക്കിത് റോൾ ചെയ്ത് എടുക്കാം. ഇപ്പോൾ റോസാപ്പൂവിൻ്റെ ഒരു ഷേപ്പ് വന്നിട്ടുണ്ട്. ഇനി ഇതളുകളൊക്കെ വേണമെങ്കിൽ കുറച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിനെ നമുക്ക് കട്ട് ചെയ്ത് എടുക്കാം. നമുക്ക് 2 പൂവിൻ്റെ ഷേപ്പിൽ കിട്ടും. അപ്പോൾ നമ്മളിവിടെ എല്ലാം തന്നെ ചെയ്തെടുത്തു. അപ്പോൾ വെറുതെ ഒരു ഭംഗിക്ക് വേണ്ടി ഇലകൾ, നമ്മുടെ നാച്ചുറലായിട്ടുള്ള ഇലകൾ കൂടെ വെച്ചെടുത്തു. അപ്പോൾ ഇത് എല്ലാവരും ട്രൈ ചെയ്യണം. വീണ്ടും കാണാം നല്ല റെസിപ്പീസുമായി. ചിൽഡ്രൻ, ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.